നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് ഇന്ന് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല നിർണായകമായ നീക്കങ്ങൾ സുഗാന്തിനെതിരെ നടന്നിരിക്കുകയാണ്. വിശദമായി വാർത്ത നോക്കാം. പോലീസ് ആദ്യം ഈ ഒരു വിഷയത്തിൽ ഒരു ഗൗരവം കൊടുത്തിട്ടില്ല എന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. തുടക്കത്തിൽ തന്നെ IBയും അതുപോലെ തന്നെ പോലീസും സുഗാന്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ ഗൗരവകരമായി അത് എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ സുഗാന്ത് ഒളിവിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കാം എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. മരണം നടന്നപ്പോൾ തന്നെ പോലീസ് ഗൗരവമായി എടുക്കണമായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഗൗരവം സുഗാന്തിൻ്റെ സീനിയറായ ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. സുഗാന്തിന് പങ്കുണ്ടെന്ന് കരുതിയില്ല, അതുകൊണ്ടാണ് അയാൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുങ്ങിയത് എന്നതടക്കമുള്ള ഒരു വസ്തുത കൂടി ഈ ഒരു വിഷയത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സുഗാന്ത് കുറ്റം ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആ നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം തെളിവുകളടക്കമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഗൗരവത്തിൽ എടുത്തില്ല. ഇതെല്ലാം മാത്രമല്ല മെല്ലെപ്പോക്ക്, കേസ് വളരെ മെല്ലെപ്പോക്കായിരുന്നു ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ആ മെല്ലെപ്പോക്കും ആദ്യ ഘട്ടത്തിൽ ഗൗരവമായി കാര്യങ്ങൾ എടുക്കാതിരുന്നതുമൊക്കെ സുഗാന്ത് ഇത്രയും കാലം ഒളിവിലാകാനുള്ള ഒരു പഴുത് ആയി മാറിയിരിക്കുകയാണ്. അതേസമയം IB ഇപ്പോൾ സുഗാന്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മരണത്തിൽ സുഗാന്തിൻ്റെ പങ്കാളിത്തം IB സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥയിൽ നിന്ന് സുഗാന്ത് പലതവണയായി പണം വാങ്ങിയെന്നും IB റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇത് എന്നും IB ചൂണ്ടിക്കാട്ടുന്നുണ്ട്. IB കൊച്ചി യൂണിറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. സുഗാന്തിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കുമെന്നും ഈ റിപ്പോർട്ട് കൈമാറിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം പിതാവ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ചില മാധ്യമങ്ങളോട് നടത്തിയിരിക്കുകയാണ്. സുഗാന്തും മകളും ഒടുവിൽ സംസാരിച്ചതിൻ്റെ വിശദാംശം പോലീസിന് അറിയാമെന്നാണ് IB ഉദ്യോഗസ്ഥരുടെ പിതാവ് പറയുന്നത്. സുഗാന്തിൻ്റെ സംസാരം മകൾക്ക് മനോവിഷമം ഉണ്ടാക്കിയിരിക്കാം. അതായിരിക്കാം മകൾ മരിക്കാൻ തീരുമാനിച്ചത്. മകൾ മരിച്ച് അരമണിക്കൂറിനുള്ളിൽ സുഗാന്ത് മകളുടെ ഹോസ്റ്റൽ വാർഡനെ വിളിച്ചു. മകൾ ഹോസ്റ്റലിൽ ചെന്നോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് സുഗാന്ത് വിളിച്ചത്. സംസാരത്തിനിടെ മരിക്കുമെന്ന സൂചന മകൾ സുഗാന്തിന് കൊടുത്തിരിക്കാം. അതുകൊണ്ടാണ് സുഗാന്ത് ഹോസ്റ്റലിൽ വിളിച്ച് മകൾ അവിടെ ചെന്നോ എന്ന് അന്വേഷിച്ചത്. ഒടുവിൽ മകൾ അമ്മയെ വിളിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിരുന്നില്ല. പുറത്തുനിന്നും ആഹാരം വാങ്ങി ഹോസ്റ്റലിലേക്ക് പോകുന്നുവെന്നാണ് അവസാനമായി അമ്മയോട് പറഞ്ഞത്. മാത്രമല്ല മകളുടെ ബാഗിൽ ആഹാരമുണ്ടായിരുന്നില്ല. അമ്മയുമായി സംസാരിച്ചതിന് ശേഷമാണ് സുഗാന്തിൻ്റെ ഫോൺ കോൾ വന്നത്. സുഗാന്തിൻ്റെ ഫോൺ കോൾ വന്നതിന് ശേഷം മകൾ ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് പകരം റെയിൽവേ ട്രാക്കിലേക്ക് പോയി എന്നും പിതാവ് വേദനയോടെ പറയുകയാണ്. മകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മകളെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു സംസാരം സുഗാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കാം എന്ന സംശയമാണ് നിലവിലുള്ളതെന്നും പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് വൻ നീക്കം നടക്കുകയാണ്. എന്തായാലും ഇയാളെ അക്ഷരാർത്ഥത്തിൽ കൊടുക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ ഇയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ തന്നെയാണുള്ളത്. പണം തട്ടിയെടുത്തുവെന്ന കുറ്റമാണ് ചുമത്തിയത്. നേരത്തെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. ഇപ്പോൾ പണം തട്ടിയെടുത്തുവെന്ന കുറ്റം കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുകയാണ്. അതേസമയം സുഗാന്തിനെതിരെ പോലീസ് ഇതുവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല. കാരണം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യം ഉയരാൻ കാരണമായത് ഈ IB ഉദ്യോഗസ്ഥ അവസാനമായി സംസാരിച്ചത് സുഗാന്തിനോടാണ്. അപ്പോൾ സുഗാന്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സുഗാന്താണോ ഈ ഒരു ആത്മഹത്യയിലേക്ക് പെൺകുട്ടിയെ നയിച്ചത് എന്ന ചോദ്യം ഇവിടെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം സുഗാന്തിനെതിരെ ചുമത്തണം എന്ന ആവശ്യം ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷേ വേണ്ട തെളിവുകളില്ല. ഈ കാര്യം പരിശോധിച്ച ശേഷം മാത്രമേ അത്തരത്തിലൊരു വകുപ്പ് കൂടി ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തുകയുള്ളൂ. സുഗാന്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം IB അറിയിച്ചിരുന്നു. പ്രതി ചേർത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടായേക്കും. മാത്രമല്ല ഈ സുഗാന്തിനെതിരെ നേരത്തെ IB ഉദ്യോഗസ്ഥരുടെ പിതാവ് നേരത്തെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മകൾ ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾക്ക് ഇരയായി. മരിക്കുന്ന സമയത്ത് മകളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് തുച്ഛമായ തുകയാണ്. മാസം 50,000-ഓളം അടുപ്പിച്ച് ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന മകളുടെ അക്കൗണ്ടിൽ മരിക്കുന്ന സമയത്തുണ്ടായിരുന്നത് വെറും വളരെ കുറഞ്ഞ തുകയാണ്. ശമ്പളം അടക്കം മകൾ സുഗാന്തിന് അയച്ചു നൽകിയിരുന്നു. ഇതിൻ്റെതടക്കം തെളിവുകൾ പിതാവ് പോലീസിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2024 മെയ്യിൽ ചെറിയ തുക ആദ്യമായിട്ട് മകളുടെ അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തു. 2024 ഒക്ടോബർ മുതൽ മുഴുവൻ ശമ്പള തുകയും അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്ത് തുടങ്ങി. മാത്രമല്ല മകളും സുഗാന്തും ഒരുമിച്ച് യാത്ര ചെയ്തത് താൻ കണ്ടുപിടിച്ചു. വിവാഹം കഴിക്കാനുള്ള അവരുടെ തീരുമാനത്തെ എതിർത്തിരുന്നില്ല. ഒരുമിച്ച് യാത്ര ചെയ്യരുതെന്ന് മകളോട് പറഞ്ഞിരുന്നു.
എന്തായാലും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ട് എന്നാണ് പിതാവ് പറയുന്നത്. IB ഉദ്യോഗസ്ഥന്റെ ബുദ്ധിക്ക് മുകളിൽ ചിന്തിക്കാൻ പോലീസിന് ആകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സുഗാന്ത് മകളും ഒടുവിൽ സംസാരിച്ചതിന്റെ വിശദാംശം പോലീസിനറിയാം. സുഗാന്തിന്റെ സംസാരം മകൾക്ക് വിഷമമുണ്ടാക്കിയിരിക്കാം എന്ന ഒരു നിലപാടിൽ പിതാവ് ഉറച്ചു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം പേട്ടയിൽ പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എയർപോർട്ട് എമിഗ്രേഷൻ ഓഫീസറാണ് യുവതി. മരണത്തിന് തൊട്ടു മുൻപ് പെൺകുട്ടി സുഹൃത്തായ സുഗാന്തുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഏതാണ്ട് ഒരു 8 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടി മരിച്ചപ്പോൾ പെൺകുട്ടിയുടെ ഫോൺ തകർന്ന സ്ഥിതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. യുവതി മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആരോപണ വിധേയനായ യുവാവിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് വളരെ ഒരു വെല്ലുവിളി ഉയർത്തുന്നു. പ്രത്യേകിച്ച് പോലീസും അതുപോലെ തന്നെ IBയും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയം. അതേസമയം യുവതി കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിൻ്റെ തെളിവുൾപ്പെടെ കുടുംബം നൽകി. സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. സുഗാന്തിനായി പോലീസ് കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തി, പക്ഷേ കണ്ടെത്താനായിട്ടില്ല. സുഗാന്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഈ വിമാനത്താവളം വഴി രാജ്യം കടക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല IB ഉദ്യോഗസ്ഥർ ട്രാക്കിന് കുറുകെ കിടന്നതാണെന്ന് വ്യക്തമാക്കി ലോക്കോ പൈലറ്റും രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി അത് മാറി. മരിക്കുന്നതിന് തൊട്ട് മുൻപ് IB ഉദ്യോഗസ്ഥർ സുഗാന്തുമായി ഫോണിൽ സംസാരിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം സുഗാന്തിനെതിരായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല ഈ കേസിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ഗർഭചിത്രത്തിന് പോയപ്പോൾ കൂടെ ഒരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതി ആരാണ്? ആ യുവതിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ഗർഭചിത്രമൊക്കെ ആരുടെ പ്രേരണയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായി വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത്. ഇതിൻ്റെ തെളിവുകളും രേഖകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അടക്കം ഈ പെൺകുട്ടിയുടെ പിതാവ് രംഗത്ത് വന്നുവെങ്കിലും ആദ്യമൊന്നും കാര്യമായിട്ട് എടുത്തില്ല എന്നത് ഈ കേസിന് വലിയ വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു തടസ്സം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസം ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക് ഒളിവിലാകാൻ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പഴുത് അത് ഒരുക്കി കൊടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൃത്യമായി ഈ തെളിവുകളെല്ലാം കോടതിയിൽ പോലീസ് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നും തൻ്റെ മകൾക്ക് ആത്മാവിന് ശാന്തി കിട്ടുന്നെങ്കിൽ അത്തരത്തിൽ അതിനുവേണ്ടിയുള്ള പോരാട്ടം താൻ നടത്തുമെന്നും പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എല്ലാവിധത്തിലും അവളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് താൻ വിശ്വസിക്കുന്നത്. അവന് താല്പര്യമില്ല, ഒഴിവാക്കണമെന്ന രീതിയിലാണ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത്. അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനുശേഷവും സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ട്. അവർ തമ്മിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തെളിവുകളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നും പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെ വരെ വേണമെങ്കിലും പോകും. ഇനിയിപ്പോൾ അവളുടെ കല്യാണം നടത്തേണ്ടല്ലോ, അതിനുവേണ്ടി എന്തൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം ഇതിനു വേണ്ടി ചിലവാക്കാമല്ലോ. അവളുടെ ആത്മാവിന് സമാധാനം കിട്ടുമെങ്കിൽ അതുവരെ നമ്മൾ ചിലവാക്കും. അത് കാത്തു സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വേദനയോടെ ആ പിതാവ് പറയുകയാണ്. എന്തായാലും ഇയാൾക്കെതിരെ ദിവസം പോകുന്തോറും ഒരുപാട് തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ചില യുവതികളെയൊക്കെ ഇയാൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിർണായകമായ ഘട്ടത്തിലാണ് ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും വലിയ ദൗത്യം പോലീസിൻ്റെയും IBയുടെയും ഏറ്റവും വലിയ ദൗത്യം ഇനി ഈ സുഗാന്ത് സുരേഷ് എന്ന ആരോപണ വിധേയനെ ഇപ്പോൾ കേസും ചുമത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ. ഇയാളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദൗത്യം. തീർച്ചയായിട്ടും വല വിരിച്ച് പോലീസ് തയ്യാറായി നിൽക്കുകയാണ്. ഇയാളെ ഉടൻ തന്നെ പിടികൂടാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചപ്പോൾ കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഇയാൾക്ക് ഉണ്ടായത്. അതായത് സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ലിവിങ് ടുഗദർ ആ രീതിയിലായിരുന്നു. അപ്പോൾ തനിക്കാണ് ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടത്, ഈ കുടുംബം ഞങ്ങൾ അകറ്റി, അപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അവളുടെ കുടുംബമാണ് എന്ന രീതിയിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ കുടുംബത്തിനെതിരെ സുഗാന്ത് പോരാടിയത്. പക്ഷേ കോടതി ചോദിച്ചത് താങ്കൾക്കൊപ്പം അല്ലെങ്കിൽ സുഗാന്തിനൊപ്പം ജീവിച്ചിരുന്ന പെൺകുട്ടി എന്തിനു മരിച്ചു, അവരുടെ മരണത്തിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമില്ലേ, അതിന് ആദ്യം മറുപടി പറയേണ്ടത് താങ്കളാണ് എന്നതടക്കമുള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. മാത്രമല്ല അറസ്റ്റിൽ നിന്നും സുഗാന്ത് സുരേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല കോടതി സ്വീകരിച്ചത്. എന്തായാലും ഇനി സുഗാന്തിനെ കണ്ടെത്തുക എന്ന ദൗത്യം ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും. ഇയാളിൽ നിന്ന് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കേസ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.